ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കാലാവസ്ഥ കണ്ടില്ലേ? നല്ല എന്താ പറയുക, തെളിഞ്ഞ് മഴയൊന്നും ഇല്ലാണ്ട് നല്ല പ്ലസൻറ്റ് വെതറാണ് ഇന്ന്. അങ്ങനെ പ്ലസൻറ്റ് വെതർ കണ്ടപ്പോഴത്തേക്കും അപ്പൂസ് അവൻ്റെ സ്കൂട്ടി എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി. പക്ഷേ അവൻ അതാ സ്കൂട്ടിയിൽ നിന്ന് തലയും കുത്തി വീണ് കൈ മുറിഞ്ഞ് വിഷമത്തിൽ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എൻ്റെ കൈ മുറിഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, എന്നാൽ നമുക്കിന്ന് പോയിട്ട് മംഗോസ്റ്റിൻ പറിക്കാമെന്ന്. ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ മംഗോസ്റ്റിൻ പഴുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂസിനെ സമാധാനിപ്പിച്ചു, സാരമില്ല, മാംഗോസ്റ്റിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുറിവൊക്കെ ഉണങ്ങുമെന്ന്. ഇത് അവൻ്റെ സ്കൂട്ടി തല കുത്തി കിടക്കുന്നുണ്ടോ? ഞങ്ങൾ കണ്ടില്ല വീഴുന്നത്, പക്ഷെ അവന് വീണ് മുറിഞ്ഞ് ആണ് വന്നത്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചൊന്ന് ഉച്ചയായപ്പം മംഗോസ്റ്റിൻ ഒരെണ്ണം പറിക്കാമെന്ന്. എന്നിട്ട് സങ്കടത്തോടെയൊക്കെയാണ് പോണത്. വലിയ സന്തോഷമൊന്നും ഇല്ല. മംഗോസ്റ്റിൻ കഴിച്ചാലും വേദന മാറുമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമൊന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് മംഗോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെ ഇതേ ഞങ്ങളുടെ ആദ്യത്തെ മംഗോസ്റ്റിൻ കായ്ച്ച് കിടക്കണുണ്ടോ? കാണുമ്പോൾ തന്നെ വയറ് പിന്നെയും വെള്ളം വരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളിത് കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. മംഗോസ്റ്റിൻ ആദ്യമായിട്ട് കായ്ച്ചു. ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലുണ്ടായിട്ടില്ല. വേറൊരു ചെടിയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായിട്ടുണ്ടേ. അപ്പോൾ ആദ്യം ഇവർ പറിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇവരൊറ്റയ്ക്ക് പറിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയപ്പം അപ്പൂസിന് എന്തായാലും എത്തില്ല. അപ്പം എന്നാൽ പറിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ പറിച്ചോ, എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പറിക്കാൻ പോയതാണ്. പക്ഷേ മിഷൻ ഫെയിൽഡ്. അവർക്ക് അത്രയും പൊക്കത്തിലോട്ട് അവർക്ക് എത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പറിച്ചു കൊടുക്കുക. ഇതായിട്ടില്ല, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. നല്ലോണം ആയാലാണ് നല്ല ടേസ്റ്റ്. സാധാരണ ഞങ്ങളവിടെ മേടിക്കുന്ന സ്ഥലത്തൊക്കെ ആദ്യം മേടിക്കാനൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞത് മംഗോസ്റ്റിൻ കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ താഴെ വീഴണം, എന്നിട്ട് താഴെ നിന്ന് നമ്മൾ പറക്കി എടുക്കണം. അതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ നാശമായി പോകത്തൊന്നുമില്ലത്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ താഴെ വീഴാനൊന്നും കാത്തു നിന്നില്ല. ഞങ്ങൾ തന്നെ അങ്ങ് പറിച്ച് തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പൂസ് പറഞ്ഞു, മമ്മി ഹെൽപ്പ് ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലാണ്ട് കിട്ടത്തില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ പറിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ രണ്ടും പറിക്കണോ അതോ ഒരെണ്ണം പറിച്ചാൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക. പിന്നെ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരെണ്ണം പറിക്കാമെന്ന്. എനിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് എത്താൻ. അപ്പോൾ ഞാൻ എന്നെ വട്ടം കറങ്ങുവാണ്, എത്തുന്ന സ്ഥലത്തുനിന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് നന്നായി പഴുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ അങ്ങ് പറിച്ചെടുത്തു. കണ്ട, സത്യം പറയാലോ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ പറിച്ച് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷം ഒന്നും പറയാനില്ല. അതിന് ഇരട്ടി മധുരമായിരിക്കും എന്നല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസിൻ്റെ കയ്യിൽ ചെളിയാണെന്നൊക്കെ അപ്പൂ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പുറത്ത് ഷെല്ലുണ്ട്, അത് കുഴപ്പമില്ല, ചെളിയൊന്നും അതിൻ്റെ അകത്തോട്ടാവത്തില്ല എന്ന്. അവൻ ഭയങ്കര വൃത്തിക്കാരനാണ്. ഇച്ചിരി ചെറിയതായിട്ടെങ്കിലും ചെളിയായാൽ പോലും അവന് പ്രശ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടൊരു സമാധാനത്തോടെ പിടിച്ചു. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി ഓടുകയാണേ. കൈയും കഴുകി വന്നിട്ട് കഴിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഓടുന്നതാണേ. എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഇതിലാകെ 5-6 കായേ ഉള്ളൂ കേട്ടോ. കുറേ കായില്ല. കുറച്ച് അടുത്ത വർഷമൊക്കെ നിറച്ചുണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കായ്ച്ചതുകൊണ്ട് 5-6 കായ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറുമാണ് ഇതിൽ കൂടുതൽ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിലിങ്ങനെ കാണിക്കത്തില്ല, അതിൻ്റെ ഇപ്പുറത്ത് മീൻസ് അതിൻ്റെ എൻഡിലിങ്ങനെ ഓരോ മാർക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ എത്ര പാർട്സ് ഉണ്ടെന്ന്. ഒരു കുരു ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. പക്ഷേ എൻ്റെ ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യത്തെ കായിൽ തന്നെ 2 കുരു ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ എനിക്ക് വെള്ളം വരുന്നു കഴിച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ വേറൊരു ടേസ്റ്റാണ് ഈ മംഗോസ്റ്റിന്. അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആഹാ എന്നൊരു ടേസ്റ്റില്ലേ, അങ്ങനെ വരും. അത് അഡിക്ഷൻ പോലെയാണ്. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ഇനിയും കഴിക്കണം എന്നുള്ളൊരു ഫീൽ വരും. ഭയങ്കര രുചിയാണ്. ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇടുമല്ല. മംഗോസ്റ്റിൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിങ്ങനെയാണ്, അഡിക്ഷൻ പിടിച്ചൊരു ഫ്രൂട്ടാണത്. എൻ്റെ ഇവിടെ റംബൂട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ റംബൂട്ടാൻ കഴിക്കുമ്പോൾ ഓക്കെ നോർമൽ കഴിക്കുന്ന പോലെ. ഇത് അപ്പൂസിനും കൊടുത്തു.
റംബൂട്ടാൻ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അഡിക്ഷൻ ആയിട്ടൊന്നുമില്ല. അത് അവൻ ആദ്യത്തെ തന്നെ താഴെ ഇട്ടു. പിന്നെ കഴിച്ചു. അവനും ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാണ്. ആക്ഷൻ കണ്ട നല്ല ഇഷ്ടമാണ്. തീർത്തു, സംഗതി തീർത്തു. ഞങ്ങൾ ആർക്കും ഷെയർ ചെയ്തില്ല, ഞാനും അപ്പും കൂടെ കഴിച്ചു. അവൻ്റെ കൈ മുറിഞ്ഞു എന്ന് പിന്നെയും അവനോട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഇത് കഴിച്ചില്ല, ഇനി പെട്ടെന്ന് ഉണങ്ങിക്കോളൂ എന്ന്. അങ്ങനെ ഒരു മംഗോസ്റ്റിൻ തിന്ന് ഹാങ് ഓവറിലിരിക്കുകയാണ്. ഒരേ ഒരു മംഗോസ്റ്റിൻ, അത് ഒരെണ്ണം കൂടി അതിലുണ്ട്. പറിച്ച ഒന്നും കൂടി ഒന്ന് പഴുക്കട്ടെ വെച്ചു. അങ്ങനെ ഒരു മാംഗോസ്റ്റിനും തിന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.